നമസ്കാരം. സ്പിരിച്വൽ ഗൈഡൻസ് സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഓടുന്നതിനെ കുറിച്ച്, അതായത് ഡിപ്രഷൻ മറികടക്കുന്നതിന് വിഷാദ രോഗം എന്ന് പരക്കെ വ്യാപകമായിട്ട് ഒരുപാട് ആളുകളെ ബാധിച്ചിരിക്കുന്ന ഒരു അസുഖമാണ് വിഷാദ രോഗം. ഈ വിഷാദ രോഗം മറികടക്കുന്നതിന് വേണ്ടിയിട്ട് വേറെ ഒരു വിദ്യയും നിങ്ങൾക്ക് ഫലിച്ചില്ലെങ്കിൽ ഓട്ടം പരിശീലിക്കൂ. ദിവസവും രാവിലെ 1 കിലോമീറ്ററോ 2 കിലോമീറ്ററോ ഓടി ശീലിച്ചു കഴിഞ്ഞാൽ വിത്തിൻ 2-3 ഡേയ്സ് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ എത്ര കാലം പഴക്കമുള്ള ഡിപ്രഷൻ ആണെങ്കിലും അത് മറികടക്കാൻ കഴിയും എന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ പലരും ചോദിച്ചു, അതെങ്ങനെയാണ് ഓടുന്നത് കൊണ്ട് എങ്ങനെയാണ് വിഷാദത്തെ മറികടക്കാൻ കഴിയുക എന്നുള്ളൊരു സംശയം പലരും ചോദിച്ചിരുന്നു. സത്യം പറഞ്ഞാല് അങ്ങനെ ഒരു സംശയത്തിന്റെ ആവശ്യമേ ഇല്ല. കാരണം അതുകൊണ്ട് ഓടി നോക്കിയിരുന്നെങ്കിൽ, അങ്ങനെ ഡിപ്രഷനുള്ള ആളുകളാണെങ്കിൽ അത് ഓടി നോക്കിയിരുന്നെങ്കിൽ ഇപ്പൊ എത്രയോ പെട്ടെന്ന് അവർ രക്ഷപ്പെട്ടേനെ. കാരണം പക്ഷെ ഈ വിഷാദത്തിന്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഒന്നും ശ്രമിക്കാൻ നമുക്ക് തോന്നില്ല. അങ്ങനെ നമ്മൾ ഈ കുത്തിയിരുന്ന് ബ്രൂഡ് ചെയ്ത് അങ്ങനെ ഡൗൺ ആയി പോവുകയുള്ളൂ. അപ്പൊ വിഷാദ രോഗം ഇന്ന് സമൂഹത്തിൽ വളരെയധികം ആളുകളെ ബാധിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരെയും പ്രായമായവരെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട്. അത് അവരുടെ സാമൂഹിക ബന്ധങ്ങളിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ വളരെ നിർണായകമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഒരു കാര്യവും ചെയ്യാൻ ഈ ഡിപ്രഷൻ വന്നു കഴിയുമ്പോൾ, വിഷാദ രോഗത്തിലേക്ക് നമ്മൾ അടിപ്പെട്ട് കഴിയുമ്പോൾ ക്രമേണയാണ് അതിലേക്ക് വീഴുന്നത്. അതോടുകൂടിയിട്ട് നമ്മൾ നമ്മുടെ സോഷ്യൽ കോണ്ടാക്റ്റ് ഒക്കെ കുറഞ്ഞു വരും. നമ്മളൊരു റൂമിനകത്ത് അങ്ങനെ കൂടിയിരിക്കുന്ന വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെയാണ് വരിക. ഇതിന്റെ മൂർധന്യത്തിൽ ആളുകളായിട്ട് ഇടപഴകുന്നതിനൊന്നും വലിയ താല്പര്യം കാണിക്കില്ല. അപ്പൊ പഠനത്തിൽ താല്പര്യം ഉണ്ടാവില്ല. നമ്മൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലിയിൽ താല്പര്യം ഉണ്ടാവില്ല. ബിസിനസ് ആണെങ്കിൽ അതിൽ താല്പര്യം ഉണ്ടാവില്ല. എല്ലാത്തിനും ഒഴിഞ്ഞു മാറി നമ്മൾ അവനവനിലേക്ക് തന്നെ ചുരുങ്ങി വരുന്ന ഒരവസ്ഥയാണ് ഡിപ്രഷനിൽ ഉണ്ടാവുക. അപ്പോൾ ജീവിതത്തെ അത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. നമ്മൾക്ക് ഒരു കാരണമില്ലാതെ ഇരിക്കും. ചിലപ്പോൾ കാരണങ്ങളൊക്കെ ഇത് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാരണമൊന്നും കാണാൻ കഴിയില്ല. അങ്ങനെ നമ്മളുടെ ചിന്താഗതികൾ കൊണ്ടാണ് നമ്മൾ തന്നെ ഉള്ളിൽ ഒരു സംഭാഷണം നടക്കുന്നുണ്ട്, സെൽഫ് ടോക്ക്. ഈ സംഭാഷണങ്ങൾ തന്നെയാണ്, നമ്മളുടെ മനോഗതികൾ തന്നെയാണ് നമ്മളെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ടാവുക. ഓരോരോ കാര്യങ്ങളോടുള്ള പ്രതികരണം അങ്ങനെ നെഗറ്റീവായിട്ട് നമ്മൾ കടുത്ത ഡിപ്രഷനിലേക്ക് വീഴും. അങ്ങനെ ഈ ലോകത്ത് ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ, ഐ ആം നോട്ട് ഓക്കെ, അല്ലെങ്കിൽ യു ആർ നോട്ട് ഓക്കെ, ഐ ആം നോട്ട് ഓക്കെ എന്നുള്ള മനോഭാവത്തിലേക്ക് വരും ആളുകൾ. അപ്പോൾ ഇങ്ങനെ സ്വയം ഒരു കൊക്കൂണിനകത്ത് കഴിഞ്ഞുകൂടുന്ന അവസ്ഥയിൽ അകാരണമായ ദുഃഖമാണ് വേട്ടയാടിക്കൊണ്ടിരിക്കുക. അങ്ങനെ അകാരണമായ ഭീതികൾ, അസ്വാസ്ഥ്യങ്ങൾ, ഇതൊക്കെ നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ഒതുങ്ങിക്കൂടും, അവനവനിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടും. ഇതാണ് ഡിപ്രഷൻ. സാധാരണ നിലയിൽ ഈ ഡിപ്രഷനെ മറികടക്കാൻ വേണ്ടിയിട്ട് സൈക്കോളജിസ്റ്റുകളെ, സൈക്യാട്രി അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകളെയൊക്കെ പോയി കണ്ടിട്ട് സഹായം തേടാറുണ്ട്. കൗൺസിലിങ്ങിന് വിധേയമായാൽ പെട്ടെന്ന് ഡിപ്രഷനിൽ നിന്ന് പലരും രക്ഷപ്പെട്ടു വരാറുണ്ട്. ചിലർക്ക് അത് കൂടുതൽ സമയമെടുക്കും, കൂടുതൽ ചികിത്സ വേണ്ടി വരും, സൈക്യാട്രി മെഡിസിൻസ് ഒക്കെ കഴിക്കേണ്ടി വരും. ആ അളവിൽ ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടാവും. പക്ഷെ ഏത് തന്നെ ആയാലും ഇതൊന്ന് പുറത്ത് കടക്കണം എന്ന് നമുക്ക് തോന്നുമ്പോൾ മാത്രമേ നമ്മളൊരു ഡോക്ടറെ പോലും സമീപിക്കുകയുള്ളൂ കാണാൻ. പിന്നെ പലപ്പോഴും എന്താ വെച്ചാൽ ഒരു സൈക്യാട്രി ഡോക്ടറെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണാൻ പലരും വിമുഖത കാണിക്കും. അത് മാനസിക രോഗമാണ്, ഭ്രാന്താണെന്നൊക്കെ ആളുകൾ തെറ്റിദ്ധരിക്കും. ഞാൻ അവിടുത്തെ മരുന്ന് കഴിക്കുന്ന ആളാണെന്നൊക്കെ പുറത്തറിഞ്ഞാൽ നാണക്കേടാണ്, അത് എൻ്റെ ജീവിതത്തെ ബാധിക്കുന്നൊക്കെയാണ്. അങ്ങനെയൊക്കെയുള്ള ധാരണ കൊണ്ട് ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒരു സൈക്യാട്രിസ്റ്റിനെയോ കാണാൻ പലരും വിമുഖത കാണിക്കും. എന്നിട്ട് പക്ഷേ ഈ വിഷാദത്തിൽ തന്നെ ഒതുങ്ങിക്കൂടിയിട്ട് ജീവിതം മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ശാസ്ത്രീയമായ ചികിത്സാ രീതികൾ തേടുന്നത് ഒരു പരിധി വരെ നമുക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ നമ്മളെ സഹായിക്കും. അതിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഡിപ്രഷന് കൊടുക്കുന്ന പല മരുന്നുകളും പല രാജ്യങ്ങളിലും നിരോധിക്കപ്പെട്ടതാണ്. അത് ഇപ്പോൾ നല്ല വിദഗ്ധരായിട്ടുള്ള സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളൊന്നും അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കുന്നില്ല. ചില മരുന്നുകൾ ഈ കഴിക്കുന്ന രോഗിക്ക് പ്രതികൂലമായിട്ടുള്ള ഫലങ്ങൾ, ചില പ്രവണതകളൊക്കെ ഉണ്ടാക്കുന്നൊക്കെ ഉള്ളതുകൊണ്ട് പല സൈക്കാട്രിക് മരുന്നുകളും ഉപേക്ഷിച്ചിട്ടുണ്ട്.
പക്ഷേ പുതിയ കാലത്ത് പുതിയ മരുന്നുകൾ, പുതിയ ഡോക്ടർമാര് പുതിയ മരുന്നുകളെ പറ്റി പഠിക്കുകയും കണ്ടെത്തുകയും താരതമ്യേന ദോഷമില്ലാത്ത മരുന്നുകൾ ഇപ്പൊ അവര് പ്രിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡിപ്രഷൻ നമുക്ക് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന് ശാസ്ത്രീയമായ മാർഗത്തിലൂടെ പോകുന്നത് നല്ല തന്നെയാണ്. ഇനി അതിനൊന്നും തയ്യാറല്ലെങ്കിൽ ഒരു പണച്ചെലവും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഡിപ്രഷനിൽ നിന്ന് പുറത്തു വരാനുള്ള മാർഗമാണ് ഞാൻ ഓടുക എന്നുള്ള ശീലത്തെ പരിചയപ്പെടുത്തിയത്. അപ്പോഴാണ് ഈ ചോദ്യം വന്നത്, എങ്ങനെയാണ് ഓടുന്നത് കൊണ്ട് എങ്ങനെയാണ് ഡിപ്രഷനിൽ നിന്ന് പുറത്തു വരിക? ഇതിന്റെ ഒരു പിന്നിലൊരു സയൻസ് ഉണ്ട്. കാരണം നമ്മളുടെ ഏതൊരു വികാരം മനസ്സിലുണ്ടാവുന്നോ അതിനനുസരിച്ച് നമ്മളുടെ ബ്രീത്തിങ് പാറ്റേണിൽ ഒരു മാറ്റം ഉണ്ടാവും. നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു ബ്രീത്തിങ് പാറ്റേൺ ആയിരിക്കും, സന്തോഷത്തിലായിരിക്കുമ്പോൾ വേറൊരു പാറ്റേൺ ആയിരിക്കും, നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കുമ്പോൾ വേറൊരു പാറ്റേൺ ആയിരിക്കും. അപ്പോ നമ്മളുടെ ഉള്ളിലുള്ള വികാരങ്ങൾ, ചിന്തകൾക്കനുസരിച്ച് നമ്മളുടെ ബ്രീത്തിങ് പാറ്റേൺ മാറുന്നുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ ഒക്കെ നമ്മുടെ ബ്രീത്തിങ് പാറ്റേൺ മാറുന്നത് നമ്മളൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ സൂക്ഷ്മമായ തലത്തിൽ നമ്മുടെ ശ്വാസഗതിയില് ഓരോ വികാരവും നമ്മുടെ ഉള്ളിലുള്ള വികാരത്തിനനുസരിച്ച് ശ്വാസഗതിയിലുള്ള മാറ്റം നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ശ്വാസഗതിയെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഉള്ളിലുള്ള വികാരങ്ങളെയും മാറ്റിയെടുക്കാം. അപ്പോ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, എനിക്ക് വയ്യ, ഇവരുമായിട്ട് ഇടപഴകാൻ എനിക്ക് പറ്റില്ല, അങ്ങനെ ഉള്ള നെഗറ്റീവ് ചിന്തകൾ മാറാൻ ഈ ശ്വാസഗതിയെ മാറ്റിയാൽ മതി. നമ്മളുടെ നിലവിലുള്ള ശ്വാസഗതിയുടെ തന്നെ റിഫ്ലക്ഷനാണ് ശരിക്കും നമ്മളുടെ ചിന്തകളും നമ്മളുടെ ജീവിതവും എല്ലാം തന്നെ. അപ്പൊ അതിന്റെ ഒരു പാറ്റേണിന് മാറ്റം വരുന്നതോട് കൂടിയിട്ട് നമ്മളുടെ വ്യക്തിത്വത്തിൽ മാറ്റം വരും. ഇത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയാണ്, തീർച്ചയായിട്ടും ഫലപ്രദവുമാണ്. അപ്പോൾ അതിനാണ് നമ്മൾ യോഗയൊക്കെ ചെയ്യുന്നത്. യോഗയും പ്രാണായാമവും ചെയ്താൽ നമുക്ക് പ്രാണായാമത്തിലൂടെ ഏത് തരത്തിലുള്ള ഡിപ്രഷനെയും നമുക്ക് അല്ലെങ്കിൽ മനോദൗർബല്യങ്ങളെയും നമുക്ക് മറികടക്കാൻ കഴിയും. അതിനൊന്നും നമ്മൾ തയ്യാറാവുന്നില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് രാവിലെ കുറച്ചു ദൂരം ഓടാനെങ്കിലും ശ്രമിച്ചാൽ മതി. ഒന്നുമില്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുക, അങ്ങനെയുള്ള അധ്വാനമുള്ള കളികളിൽ ഏർപ്പെടുക. അതിന് വയ്യെങ്കിൽ അത്രയും ചെലവില്ലാത്തത്, വേറൊരാളുടെ സഹായം ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് ഓടുക എന്നുള്ളത്. നമ്മൾ ചിലപ്പോൾ നടക്കാനൊക്കെ പോകുന്നുണ്ടാവും. നടക്കാൻ പോകുമ്പോഴൊന്നും ആ ബ്രീത്തിങ്ങിൽ അത്രയും ഹെവി ആയിട്ടുള്ള മാറ്റം ഉണ്ടാവില്ല, ബ്രീത്തിങ് പാറ്റേണിൽ അത്ര വലിയ മാറ്റം ഉണ്ടാവില്ല. ശരീരത്തിന് വ്യായാമമൊക്കെ കിട്ടും, ശരീര പേശികളൊക്കെ ഇളകും, അതൊക്കെ നല്ലതാണ്. നടക്കുന്നവരാണെങ്കിൽ പോലും കുറച്ച് ദൂരം ഓടുകയാണെങ്കിൽ, കുറച്ച് വേഗത്തിൽ ഓടുകയാണെങ്കിൽ, അപ്പൊ ആദ്യമൊക്കെ സ്ലോ ആയിട്ട് ഓടിയാൽ മതി. ചെറിയ സ്പീഡിൽ ഓടി തുടങ്ങുക, പിന്നെ ക്രമേണ കുറച്ച് നമ്മൾ നന്നായി കിതയ്ക്കുന്ന രീതിയിൽ ഓടുക. ഒരു 5 മിനിറ്റൊക്കെ അങ്ങനെ ഓടി കഴിയുമ്പോൾ നമ്മളുടെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് വേണം ചെയ്യാൻ. ആദ്യം തന്നെ അങ്ങോട്ട് സ്പീഡിൽ ഓടിയിട്ട് ഹാർട്ട് അറ്റാക്ക് വരുത്തി ഈ ഭൂമിയിൽ നിന്ന് പോകാനൊന്നും ശ്രമിക്കണ്ട. ക്രമേണയായിട്ട് നമ്മൾ ഓട്ടം ശീലിച്ച് ദിവസവും നിങ്ങൾ ഒരു കിലോമീറ്ററൊക്കെ ഓടുകയാണെങ്കിൽ തന്നെ ധാരാളമായിട്ട്, എത്ര കടുത്ത ഡിപ്രഷൻ ആണെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ ഓടിക്കഴിയുമ്പോൾ നിങ്ങൾ വളരെ ഫ്രഷ് ആവും, വളരെ ഹാപ്പി ആവും, നല്ല മൂഡിലേക്ക് വരും. പെട്ടെന്ന് തന്നെ എത്ര പഴക്കമുള്ള ഡിപ്രഷൻ ആണെങ്കിലും വിഷാദ രോഗമാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഓടി തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ മാറ്റം അന്നേ ദിവസം മുതൽ തന്നെ കണ്ടു തുടങ്ങും. അങ്ങനെ നമ്മൾ ആ കൊക്കൂണിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ കഴിയും. ഇത് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ഇനിയും ആരെങ്കിലും ഇങ്ങനെ ഡിപ്രഷനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ മൂഡ് ഓഫ് ആയിട്ട് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, നിലയ്ക്കാത്ത ചിന്തകളൊക്കെ ആയിട്ട് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ ക്ഷീണിതനായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന പലതരത്തിലുള്ള ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുക, ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുക, കടുത്ത ക്ഷീണം, അനാവശ്യമായ ചിന്തകളുടെ ഈ ഒഴുക്ക്, അതുപോലെ ഇങ്ങനെ വിഷാദം കാരണമായിട്ടുള്ള ദുഃഖം, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പലർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. പല ജീവിതത്തിന്റെ പല സ്റ്റേജിലും നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് തിരിച്ചറിയുകയാണെങ്കിൽ അപ്പം തന്നെ ഓട്ടം ശീലിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 1 രൂപ പോലും ചെലവില്ലാതെ
2 or 3 ദിവസം കൊണ്ട് തന്നെ അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയും. പിന്നെ ദിവസവും അത് കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്താൽ ഒരിക്കലും പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആ വിഷാദ രോഗത്തിന് അടിപ്പെടാനുള്ള സാധ്യതയേ ഇല്ല. നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ലഭിക്കും. അത് നിങ്ങളുടെ ആരോഗ്യത്തിനും മനസ്സിനും ഒക്കെ വളരെ നന്നായിരിക്കും. ഈ ടിപ്പ് പരിശോധിച്ച് നോക്കുക, ജീവിതത്തിൽ പരിശീലിക്കുക, ജീവിതം രക്ഷപ്പെടുത്തുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ള ഒരുപാട് രഹസ്യങ്ങൾ, യോഗയുമായി ബന്ധപ്പെട്ട ഒരുപാട് രഹസ്യങ്ങൾ നമ്മളുടെ ചാനലിലൂടെ ഇനിയും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. എന്തെങ്കിലും സംശയങ്ങൾ, നിങ്ങളെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറിലേക്ക്, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, അതിലേക്ക് നിങ്ങൾക്ക് യോഗയുമായി ബന്ധപ്പെട്ട, യോഗ തത്വശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ ചോദിക്കാം. അപ്പോൾ അടുത്ത് തന്നെ ഇറങ്ങുന്നൊരു വീഡിയോയിൽ അതിനുള്ള മറുപടി നിങ്ങൾക്ക് കഴിയുന്നത്ര ക്ലാരിറ്റി വരുത്താൻ ഞാൻ ശ്രമിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത്തരത്തിൽ യോഗയുമായി ബന്ധപ്പെട്ട അനേക രഹസ്യങ്ങൾ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പുസ്തകമാണ് തുരീയം ബോധോദയത്തിന്റെ രാസവിദ്യ എന്നത്. ഇന്നേ വരെ മറ്റൊരു ഗ്രന്ഥത്തിലും പ്രതിപാദിച്ചിട്ടില്ലാത്ത അത്രയും രഹസ്യ വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് ലഭ്യമാവും. ഈ പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ്, പിൻ നമ്പർ സഹിതം വാട്സാപ്പ് ചെയ്യുക.